എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വേൾപൂൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു PCB ആണ് നോക്കുന്നത്. ഇത് പവർ സപ്ലൈ കത്തിപ്പോയിട്ട് വന്നിട്ടുള്ള ഒരു PCB ആണ്. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ വരുന്നത്. ഇത് മൊത്തം നല്ല ഡസ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു PCB ആണ്. ഇവിടുത്തെ ഈ ഒരു ഫ്യൂസബിൾ റെസിസ്റ്റൻസ് മൊത്തം കത്തിപ്പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പാസിറ്റർ ബൾജായി നിൽപ്പുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ അടിഭാഗം ഇത് വാക്സ് എല്ലാം ഇത് ഇളക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ട്രാക്ക് കത്തിയതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ കമ്പോണൻസുകളാണ് കത്തിപ്പോയിട്ടുള്ളത് എന്ന് ആദ്യം ചെക്ക് ചെയ്ത് അതെല്ലാം അഴിച്ച് ഇതിനകത്തുനിന്ന് മാറ്റി നമുക്ക് പുതിയ ഓരോന്നായിട്ട് റീപ്ലേസ് ചെയ്ത് ഇതിൻ്റെ പവർ സപ്ലൈ റീസ്റ്റോർ ചെയ്ത് എടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിൽ വരുന്ന സപ്ലൈ വരുന്നത് കണ്ട് ഈ മഞ്ഞയും കറുപ്പും ലൈനാണ് സപ്ലൈ വരുന്നത്, ന്യൂട്രലും ഫേസും. അത് നേരെ ഇത് വന്നിട്ട് ഒരു 2 ഡയോഡ് ഇട്ട് ന്യൂട്രൽ ഇവിടെ വന്ന് ബ്രിഡ്ജ് റെക്ടിഫയറിലോട്ട് കയറുന്നുണ്ട്. ഫേസ് ലൈന് ഒരു ഫ്യൂസബിൾ റെസിസ്റ്റൻസ് വഴിയിട്ടാണ് റെക്ടിഫയർ ഡയോഡിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഓൾറെഡി ഫ്യൂസബിൾ റെസിസ്റ്റൻസ് കത്തിപ്പോയിട്ടുണ്ട്. ഇനി ഈ ഡയോഡ് എല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഒരു കപ്പാസിറ്ററിൽ നിന്ന് ഇളക്കി മാറ്റണം. കാര്യം അത് ബൾജി ആയിട്ടിരിക്കുന്നു, ഷോർട്ടിങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൾട്ടിമീറ്റർ ബീറ്റ് മോഡിൽ മൾട്ടിമീറ്റർ ഇടുക. എന്നിട്ട് ഈ റെസിസ്റ്റൻസിൻ്റെ കണ്ടിന്യൂറ്റി ആദ്യം നോക്കുക. അത് 71 ഓംസായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇത് 71.8 ഓംസിൽ കിടപ്പുണ്ട്. ഇനി ഈ ഓരോ ഡയോഡായിട്ട് ചെക്ക് ചെയ്യുക. ഈ ഡയോഡ് ഷോർട്ടാണ്, ഈ ഡയോഡ് ഷോർട്ടാണ്, ഈ ഡയോഡ് ഷോർട്ടാണ്, ഈ ഡയോഡും ഷോർട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 4 ഡയോഡും ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് ഇതിൽ നിന്ന് പോയിരിക്കുന്ന എല്ലാം അഴിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ റെസിസ്റ്റൻസും ഈ 4 ഡയോഡും കൂടെ അഴിച്ചിട്ട് വരാം. ഞാൻ ഇവിടുത്തെ ഡയോഡും ഈ റെസിസ്റ്റൻസും പിന്നെ കപ്പാസിറ്ററും എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്നിട്ട് പാഡെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം ഇതിലെന്തെങ്കിലും ഈ ഒരു സ്വിച്ചിങ് IC അത് പ്രധാനമായിട്ട് നോക്കേണ്ടത്. സ്വിച്ചിങ് ICയിൽ ഫോൾട്ട് ഉണ്ടോ ഇല്ലയെന്ന്, ഷോർട്ടിങ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ സ്വിച്ചിങ് ICയുടെ ഇത് നെഗറ്റീവ് നേരെ സ്വിച്ചിങ് ICയുടെ സോഴ്സിലോട്ട് പോകും. ഇത് ഡ്രെയിന്. അപ്പോൾ ഈ ഡ്രെയിനും സോഴ്സും തമ്മിൽ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഡ്രെയിനും സോഴ്സും തമ്മിൽ യാതൊരുവിധ ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അത് നമ്മളിപ്പോൾ അഴിച്ചെടുത്തെടുത്തും ഇപ്പോൾ ഡയോഡ് അടിച്ച സൈഡിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡ്രെയിനും സോഴ്സും തമ്മിൽ. അപ്പോൾ സ്വിച്ചിങ് IC കുഴപ്പമില്ല. ഓക്കെ, സ്വിച്ചിങ് IC ഓക്കെയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് അഴിച്ചെടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിപ്പോയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ അറിയാൻ പറ്റുന്നില്ല. നമുക്കിതിനകത്ത് ഒരു 20 ഓംസ് 2 വാട്ട് വരെ ഇടാം. ഞാനൊരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് 10 UF 400 വോൾട്ടാണ്. ഡയോഡ് എന്ന് പറയുന്നത് 4007ൻ്റെ 4 ഡയോഡ്. അപ്പോൾ ഞാൻ പുതിയ 10 UF 450 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൊടുക്കാൻ 2 വാട്ടിൻ്റെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 4007ൻ്റെ ഡയോഡ് 4 അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. അപ്പോൾ ഡയോഡ് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റായിട്ട് നോക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് പോസിറ്റീവ് സൈഡ് ഇവിടെ ഇതിൽ ഇപ്പോൾ ഈ സൈഡാണ്, നെഗറ്റീവ് മറ്റ് 2 ഓപ്പോസിറ്റ് സൈഡ് വരും. ഇനി ഈ റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ബോർഡിൽ ടച്ച് ചെയ്യാതെ വേണം ഈ ഒരു റെസിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ, സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ. ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷേ ഇത് ഹീറ്റാവുന്ന സമയത്ത് ബോർഡ് കത്തിപ്പോവാൻ
സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ മുകളിലോട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കത്തി പുക നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതെല്ലാം ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇവിടുത്തെ ഈ ട്രാക്ക് കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയോഡിന് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രാക്കിന് പകരം നമ്മൾ ഇവിടുത്തെ ട്രാക്ക് കത്തിപ്പോയത് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ജമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പോയ കമ്പോണൻസുകളെല്ലാം ഞാനിപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, ഈ ഒരു റെസിസ്റ്റൻസ് ബോഡിയിൽ ടച്ച് ആവാതെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് സപ്ലൈ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മഞ്ഞയും കറുപ്പുമാണ് നമുക്ക് സപ്ലൈ ലൈൻ കൊടുക്കേണ്ടത്. ഇത് പവർ റിലേറ്റഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. നമ്മളൊരു സീരിയൽ ബൾബ് ഇട്ട് കണക്ഷൻ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇതിൽ പവറെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. വാഷിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. ഞാൻ പറയാൻ അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ലീക്കേജ് വന്നിട്ട് ഇത് ബൾജായപ്പോഴത്തേക്കും ഓവർ കറണ്ട് വന്നതിനെ കൊണ്ട് ഈ ഒരു 4 ഡയോഡ് ഷോർട്ട് സർക്യൂട്ടിലോട്ട് പോയി. ഈ 4 ഡയോഡ് ഷോർട്ട് സർക്യൂട്ടിലോട്ട് പോയപ്പോഴത്തേക്കും ഇത് താങ്ങാനാവാതെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് കത്തി ഇത് ബ്രേക്കപ്പ് ആയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇതിൻ്റെ സ്വിച്ചിങ് IC ഒക്കെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്വിച്ചിങ് ICയിലൊന്നും കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.